നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ SCERT സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ പേര് ഇങ്ങനെയാണ്, നോക്കിക്കോ, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതായത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണ്, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ആദ്യം തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു അനുഭവക്കുറിപ്പിൽ നിന്നാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമുക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് വായിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് നോക്കിക്കോ. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമമനുസരിച്ച് എന്നോട് എഴുന്നേറ്റ് പോയി പിന്നിരയിൽ ഇരിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. രാമനാഥ ശാസ്ത്രിയും സങ്കടപ്പെട്ടു. പിന്നിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതുമ്പിക്കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്രയായി. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കമായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുത് എന്ന് പറയുകയുണ്ടായി. തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്നു മാത്രമല്ല, ലക്ഷ്മണ ശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി ആത്യന്തികമായ പരിപ്രവർത്തനം ഉണ്ടായി. ഈ ഒരു അദ്ദേഹം തൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളെ കുറിച്ചിട്ടൊരു അവബോധം തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനായിട്ടൊന്നുമില്ല. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അന്നത്തെ കാലത്ത് എന്തൊക്കെ വിവേചനങ്ങളായിരുന്നു നേരിട്ടിരുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ഇവിടെ മറക്കേണ്ടാത്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിച്ചിറകുകൾ എഴുതിയതാരാണ്? നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് എന്ത് എഴുതുന്നത്? അഗ്നിച്ചിറകുകൾ എഴുതിയത്. ഈ ഒരു പോയിന്റ് മറക്കരുത്. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അനുഭവം സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് ആ ഒരു ബോക്സിൻ്റെ അകത്ത് കൊടുത്തിരുന്ന കാര്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഇവിടെ കിടപ്പുണ്ട്. എന്താണ് അനീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ആൻസർ ഉണ്ട്. എന്താണെടാ അനീതി? സമൂഹത്തിന്റെ എവിടെ നിന്ന്? മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി അവരോട് വിവേചനം കാണിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നമുക്ക് എന്തെന്ന് പറയാടാ? അനീതി എന്ന് പറയാം. ഓക്കെ, അടുത്ത് നോക്കിക്കോ. മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. എന്ത് ചെയ്തിരുന്നു? ആ സമയത്ത് അന്നത്തെ കാലത്ത് ആൾക്കാരെ എന്തിൻ്റെയൊക്കെ പേരിൽ, അവരുടെ സാമൂഹിക വിഭാഗങ്ങളെ അവരെന്തിൻ്റെയൊക്കെ പേരിൽ ഒഴിവാക്കി? അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ അവരെ എന്ത് ചെയ്തിരുന്നു? അവരെ ഒഴിവാക്കിയിരുന്നു. അടുത്ത് പറയുന്നു, കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അതുപോലെ തന്നെ കൊടുക്കാതിരിക്കുക. അവസരങ്ങൾ ഉണ്ടായിട്ടും അവർക്കത് പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തികളിലൂടെയും ചില സമൂഹ വിഭാഗങ്ങളെ
അരികുകളിലേക്ക് എത്തിക്കാതിരുന്നു, അരികുകളിലേക്കാക്കിയിരുന്നു. അതായത് ഇവിടെ അരിക് എന്ന് ഉദ്ദേശിക്കുന്നത് പാർശ്വവൽക്കരണമാണ് കേട്ടോ. ഓക്കെ എടാ, അപ്പോൾ ഈ ഒരു സെന്റൻസ് എന്താ പറയുന്നതെന്ന് നോക്കിക്കോ. എടാ പറയുന്നു, നമുക്കറിയാം അന്നത്തെ കാലത്ത് ആൾക്കാരെ എന്ത് ചെയ്തിരുന്നു, മാറ്റി നിർത്തിയിരുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒക്കെ പേരിൽ ആൾക്കാരെ മാറ്റി നിർത്തിയിരുന്നു. അതേപോലെ തന്നെ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും അവരെ എന്തൊക്കെ നിഷേധിച്ചു, അവർക്ക് തൊഴിൽ നിഷേധിച്ചു, അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം അന്നത്തെ കാലത്തെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നു, നേരിട്ടിരുന്നു. അടുത്ത് പറയുന്നു, സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. എന്താണ്, അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഈ വിവേചനങ്ങൾക്കെതിരെ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ അല്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ പ്രവർത്തിച്ച ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പരിചയപ്പെടുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത് നോക്കിക്കോ. അടുത്ത് പറയുന്നു, തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാത്രം മാറ്റി നിർത്തുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം. അപ്പോൾ പഠിച്ചു വെച്ചോ, എന്താണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാ, തുല്യമായ പരിഗണന ലഭിക്കേണ്ട സ്ഥലത്ത് നിന്ന് ചില ആൾക്കാരെ മാത്രം എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. അവരെ പറയുന്ന പേരാണെന്ത്, പാർശ്വവൽക്കരണം. അപ്പോൾ എന്താണ് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, എന്താണെടാ, തുല്യ പരിഗണന ലഭിക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് ചില പ്രത്യേക വിഭാഗം ആൾക്കാരെ മാത്രം എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നതിനെ പറയുന്ന പേരാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കേ. അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ് അരികുവൽക്കരണം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പാർശ്വവൽക്കരണം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുണ്ടാവാം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കൊണ്ടുണ്ടാവാം. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന വസ്തുവകകളെല്ലാം നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കാം, അരികുവൽക്കരണം സംഭവിക്കാം. അതേപോലെ അടുത്ത് നോക്കിക്കോ, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും അതേപോലെ യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. അപ്പോൾ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ സംഭവിക്കുന്നു എന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ വഴി എന്ത് സംഭവിക്കുന്നു, പാർശ്വവൽക്കരണം സംഭവിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും പാർശ്വവൽക്കരണം സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് എടുത്ത് പറയുന്നുണ്ട് എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ, ഏതൊക്കെയാണ് ആ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയുന്നുണ്ടടാ, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ വഴിയും അതേപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്, യുദ്ധം, അപകടം, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത ദുരന്തം വഴിയും എന്ത് സംഭവിക്കുന്നുണ്ട്, അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത് പറയുന്നു, ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ ഏതൊക്കെയാണ്, ജാതി, മത, ഗോത്ര, ലിംഗപദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. അതായത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ജാതി, മതം, ഗോത്രം, ലിംഗം എന്നിവയിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ എന്ത് ചെയ്യുന്നടാ, ചില ആൾക്കാരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. അതിനെയും നമ്മൾ എന്തെന്ന് പറയും, അരികുവൽക്കരണം എന്ന് തന്നെയാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുക ഇതിനുള്ള ഉദാഹരണമാണ്. അതേപോലെ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള അവസരം നിഷേധിക്കുക എന്ന് പറയുന്നതും എന്താണ്ടാ, അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണത്തിന് ഒരു ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കേ,
ഊരുട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. എടാ നോക്കിക്കോ, തിരുവനന്തപുരത്ത് നടന്ന സംഭവമാണ്. അയ്യങ്കാളിയെ നിങ്ങൾക്കെല്ലാം അറിയാം. എന്താണ്? പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ നീതി ലഭിക്കാത്ത അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? അയ്യങ്കാളി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കിക്കേ. തിരുവനന്തപുരം ഊരുട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്ന് അറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരുട്ടമ്പലം ഗവൺമെന്റ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. എന്താ നോക്കിക്കേ, എന്താ പറയുന്നതെന്ന്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ എന്ത് ചെയ്തില്ല, അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റി ഇരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവെച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അന്നത്തെ കാലത്ത് ജാതീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടായിരുന്നു. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ആര്? ഈ പറയുന്ന പഞ്ചമി. അപ്പോൾ മേൽജാതിക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ ഒരു കീഴ്ജാതിയിൽപ്പെട്ട കുട്ടിയെ എന്ത് ചെയ്തു? സ്കൂളിനുള്ളിൽ കയറ്റിയിരുത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ള ഒരു കാരണത്താൽ എന്ത് ചെയ്തു? അവിടെ ഒരു പ്രക്ഷോഭം നടന്നു. അതായത് അയ്യങ്കാളി എന്ന് പറയുന്നത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഈ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഊരുട്ടമ്പലത്തിലുള്ള സ്കൂളിലോട്ട് പഞ്ചമിയെ വിടുകയാണ്. അപ്പോൾ പഞ്ചമി സ്കൂളിലോട്ട് എത്തി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവിടെ അവരെ പഞ്ചമിയെ പഠിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് അവിടെയുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു. കാരണം അവിടെ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികളെല്ലാം മേൽജാതിയിൽപ്പെട്ടവരായിരുന്നു. അതിനുശേഷം അയ്യങ്കാളി എന്ത് ചെയ്തു? കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിനെ തുടർന്ന് അയ്യങ്കാളി പഞ്ചമിയെയും കൊണ്ട് ഊരുട്ടമ്പലം സ്കൂളിലെത്തി അവിടെ കയറ്റിയിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെതിരെ മേൽജാതിക്കാർ എന്ത് ചെയ്തു? പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? സ്കൂള് കത്തിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ എവിടെ കാണാമെന്നാണ് പറയുന്നത്? നമ്മുടെ ഈ ഊരുട്ടമ്പലം സ്കൂൾ മ്യൂസിയത്തിൽ കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും പണ്ടത്തെ കാലത്ത് നിലനിന്നിരുന്ന ജാതീയമായ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയാണ് എന്തിന് നേതൃത്വം കൊടുക്കുന്നത്? ഊരുട്ടമ്പലം ലഹളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത സ്ലൈഡ് നോക്കിക്കേ. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. ഫസ്റ്റ് പോയിന്റ് എന്നാ പറയുന്നേ? അപ്പോൾ പണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ, ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എന്ന് രണ്ട് കാറ്റഗറീസ് ഉണ്ടായിരുന്നു. അതിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം ആരാണ് നിഷേധിച്ചത്? ഈ പറയുന്ന ഉയർന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർ, അവർക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. അടുത്ത് പറയുന്നു, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. എന്ത് ചെയ്തു? തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. ഓക്കെ അല്ലേ? വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധിയാണെന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ഇതിൽ വേറൊന്നും പറയുന്നില്ല. എന്താണ്? താഴ്ന്ന ജാതി മേൽജാതി എന്നുള്ള ഒരു വേർതിരിവ് ഉണ്ടായിരുന്ന സമയത്ത് അയ്യങ്കാളി എന്ത് ചെയ്തു? താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം എന്ത് മനസ്സിലാക്കി? വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സാമൂഹികമായിട്ടുള്ള ഒരു പരിവർത്തനം, അതായത് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് ആര് തിരിച്ചറിഞ്ഞു? അയ്യങ്കാളി തിരിച്ചറിഞ്ഞു. അടുത്ത് പറയുന്നു, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാഗാന്ധി അയ്യങ്കാളി നടത്തിയ ഒരു സമരമാണ് നമ്മൾ നേരത്തെ പഠിച്ച ഊരുട്ടമ്പലം ലഹള. ഓക്കെ, ദളിത് വിഭാഗക്കാർക്ക് വാഹനത്തിൽ സഞ്ചരിക്കുവാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശം ഇല്ലാതിരുന്ന കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഓക്കെ, അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനോ പൊതുവഴികൾ ഉപയോഗിക്കാനോ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനോ വിദ്യാഭ്യാസം നേടാനോ അവകാശമുണ്ടായിരുന്നില്ല.
ഓക്കെ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ചു. അതുപോലെ അന്തസ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട ഒരവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതീയമായിട്ടുള്ള ഇത്തരം വേർതിരിവുകൾ അവരിൽ എന്തുണ്ടാക്കി? അവരുടെ മനുഷ്യാവകാശത്തെ ലംഘിച്ചു. അല്ലേടാ, നമ്മുടെ റൈറ്റ് ആണല്ലേ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത്, നമ്മുടെ അവകാശമല്ലേടാ, നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം അല്ലേ, അത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ പണ്ട് കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം എന്ത് ചെയ്തു? അവർക്ക് നിഷിദ്ധമായിരുന്നു. അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. അടുത്ത് നോക്കിക്കേ, അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട്. അപ്പൊ എന്താണ് പറഞ്ഞത്? അരികുവൽക്കരണം നേരിട്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തികൾ എന്ത് ചെയ്തു? അവർ പറഞ്ഞു, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് എന്ത് കൊടുക്കണം? ഞങ്ങൾക്കും വിദ്യാഭ്യാസം നേടണം, ഞങ്ങളുടെ കുട്ടികൾക്കും വിദ്യാഭ്യാസം നേടണം, വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഈ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് അന്നത്തെ നവോത്ഥാന നായകന്മാർ ചിന്തിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകി ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. പഠിച്ചു വെച്ചോ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയത് ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. ഓക്കെ, അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയത് ആരാണ്ട? ശ്രീനാരായണ ഗുരു ആണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഉൾപ്പെടുന്ന നവോത്ഥാന നായകന്മാർ എന്ത് ചെയ്തു? പുതിയ രീതിയിലുള്ള ആധുനിക വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുക എന്ന രീതിയിലൊരു പ്രചാരണം നടത്തി. ഓക്കെ, അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്? അരികുവൽക്കരണത്തെ എതിർക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ അരികുവൽക്കരണത്തെ എതിർത്തത്? വിദ്യാഭ്യാസം കൊടുക്കുക, വിദ്യാഭ്യാസം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ നവോത്ഥാന നായകന്മാരെല്ലാം സ്വീകരിച്ചത്. നോക്കിക്കോ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചാവറ അച്ഛൻ എന്നറിയപ്പെടുന്ന കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കിക്കോ, ശ്രീനാരായണ ഗുരു ഉണ്ട്. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞേ? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത് പറയുന്നു കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ അച്ഛൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതേപോലെ അയ്യാ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അതേപോലെ ആര്? ദാക്ഷായണി വേലായുധൻ. ഇവരെല്ലാം എന്ത് ചെയ്തു? പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നിലകൊണ്ട വ്യക്തികളാണ് ആരെന്ന് പറയുന്നത്? നമ്മൾ ഈ കണ്ട നവോത്ഥാന നായകർ അത്രയും. അപ്പൊ ഈ ഒരു പോർഷൻ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് പറയുന്നത് ജ്യോതിറാവു ഫുലെയെ കുറിച്ചാണ്. ഓക്കെ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നവോത്ഥാന നായകന്മാരെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആരെയാണ്? ജ്യോതിറാവു ഫുലെയെ കുറിച്ചാണ്. നോക്കിക്കോ, അദ്ദേഹം ജനിച്ചതെന്നാണെന്നും മരിച്ചതെന്നാണെന്നും വ്യക്തമായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പഠിച്ചു വെച്ചോ. 1827 ആര് ജനിക്കുന്നത്? ജ്യോതിറാവു ഫുലെ ജനിക്കുന്നത്. അദ്ദേഹം എന്നാ അന്തരിക്കുന്നേ? 1890. അപ്പോൾ 1827 ജനിച്ച് 1890 ജ്യോതിറാവു ഫുലെ അന്തരിക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കിക്കേ. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. ഓക്കെ, അപ്പോൾ എന്താണ് ദളിത്? ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് എന്ത്? ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്ട? ജ്യോതിറാവു ഫുലെയാണ്. അപ്പോൾ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്ട? ജ്യോതിറാവു ഫുലെയാണ്. അടുത്ത് പറയുന്നത് നോക്കിക്കേ, സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ 3 പോയിന്റ് പഠിച്ചു. എന്തൊക്കെയാണ്?
1827 ജ്യോതിറാവു ഫുലെ എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. 1890 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ദളിത് എന്ന പദം കൊണ്ടുവന്നു. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് എന്ത്, ദളിത്. അപ്പൊ ഈ ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. അതേപോലെ സ്ത്രീകൾ, ദളിതർ എന്നിവർക്ക് വേണ്ടി ഇദ്ദേഹം എന്ത് സ്ഥാപിച്ചടാ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സാവിത്രിബായി ഫുലെയെ കുറിച്ചിട്ടാണ്. ആരാണ്? സാവിത്രിബായി ഫുലെ. 1831 ജനിച്ച് 1897 അന്തരിച്ച വ്യക്തിയാണ് ആര്? സാവിത്രിബായി ഫുലെ. അപ്പോൾ എന്നാണ് സാവിത്രിബായി ഫുലെ ജനിക്കുന്നത്? 1831 1897 അന്തരിക്കുകയും ചെയ്തു. ഈ ഡേറ്റുകളൊക്കെ പഠിച്ചു വെച്ചോണേ. ഈ വർഷങ്ങൾ എന്തായാലും ചോദിക്കുമായിരിക്കും, കാരണം വ്യക്തമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിത് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഓക്കെ, എടാ നോക്കിക്കോ. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ. അപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന സാവിത്രിബായി ഫുലെ എന്ന് പറയുന്നത്. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാപാഠശാല സ്ഥാപിച്ചു. ഇവരെന്താണ് ചെയ്തത്? നിശാപാഠശാല സ്ഥാപിച്ചു. ആർക്ക് വേണ്ടി? കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ. അവർ രാവിലെ ജോലിക്ക് പോകത്തില്ലേടാ, അപ്പൊ അവർക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അവരെ അക്ഷരം അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് നിശാപാഠശാല സ്ഥാപിച്ചു. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ എന്ത് പേര് മാറ്റി? സാവിത്രിബായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും സംഭാവനകൾ നൽകിയത് കൊണ്ട് എന്ത് ചെയ്തു? പൂനെ യൂണിവേഴ്സിറ്റിയെ പേര് മാറ്റി എന്തെന്നാക്കി? സാവിത്രിബായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ സാവിത്രിബായി ഫുലെയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നടാ? 1831 ആര് ജനിക്കുന്നത്? സാവിത്രിബായി ഫുലെ ജനിക്കുന്നത്. 1897 ഇവര് മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവരെന്തിനു വേണ്ടിയാ പ്രവർത്തിച്ചേ? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. ആദ്യം പഠിച്ച പോയിന്റ്, പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപികയായിരുന്നു ആര്? സാവിത്രിബായി ഫുലെ എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്തു? കൃഷിക്കാർക്കും അതേപോലെ തന്നെ തൊഴിലാളികൾക്കും നിശാപാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകളെല്ലാം പരിഗണിച്ചുകൊണ്ട് പൂനെ യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റി എന്തെന്നാക്കി? സാവിത്രിബായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. ക്ലിയർ അല്ലേടാ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കോ, പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. ആരെക്കുറിച്ചാണ്? പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. 1879 ജനിച്ച് 1973 അന്തരിച്ച വ്യക്തിയാണ് ആര്? പെരിയോർ. ഓക്കെ, നോക്കിക്കോ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളുമാണ് ആര്? പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകന്മാരിൽ ഒരാളുമാണ് ആര്? പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. അടുത്ത് പറയുന്നു, സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ബ്രാഹ്മണ ആധിപത്യമുള്ള സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ നിലകൊണ്ടു. അടുത്ത് പറയുന്നു, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? പെരിയാർ. അപ്പോൾ ഈ EV രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്ന ഒരു പേരാണ് എന്ത്? പെരിയാർ. അതേപോലെ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്ടാ? നമ്മുടെ ഈ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞേ?
പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അപ്പോൾ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ ആണ് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അതേപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് ആര്? ഈ പറയുന്ന പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. അടുത്ത് പറയുന്നു, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? ഈ പറയുന്ന പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് ക്ലിയർ അല്ലേടാ? നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോയാലോ? എടാ, അടുത്ത് പറയുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് അരികവൽക്കരണം നേരിട്ടത് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കേണ്ടി വന്നത്, അവരെങ്ങനെയാണ് ആ ഒരു വിവേചനം അനുഭവിച്ചത് എന്നുള്ളതാണ്. നോക്കിക്കോ. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായ അറിവുകൾ നിർമ്മിക്കുകയും അവ ഉപയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. എന്താണ്? ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ പണ്ട് തൊട്ടേ എന്താണ് ഒത്തൊരുമിച്ച് ജീവിക്കുന്ന, സ്വന്തമായിട്ട് അറിവുകളൊക്കെ നിർമ്മിക്കുകയും ശേഖരിക്കുകയും അത് ഉപയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ഗോത്ര ജനത എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നോക്കിക്കോ. അവർ തനത് ജീവിത രീതിയും കലയും സാമൂഹിക മൂല്യങ്ങളും പിന്തുടരുന്നതാണ്. അപ്പോൾ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്ക് സ്വന്തമായിട്ട് കലകളുണ്ട്, സ്വന്തമായിട്ടൊരു സംസ്കാരമുണ്ട്. അവർ ഈ പറയുന്ന കലകളെയും ജീവിത സംസ്കാരങ്ങളെയൊക്കെ അതൊക്കെ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ ഒരു സ്വീകാര്യത വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ വിഭാഗം അരികവൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഗോത്ര വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ടത് അല്ലെങ്കിൽ അരികവൽക്കരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വസിച്ചിരുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം ആർക്കായിരുന്നു? ഈ പറയുന്ന ഗോത്ര വിഭാഗങ്ങൾക്കായിരുന്നു. എന്നാൽ കാലക്രമേണ അവർക്ക് ഈ വിഭവങ്ങളിലുള്ള അധികാരം നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവരെന്ത് നേരിട്ടു? പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം നേരിടാൻ തുടങ്ങി. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കോ. എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. വെറിയർ എൽവിനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ്ടാ? വെറിയർ എൽവിൻ. 1902 ജനിച്ച് 1964 ഈ പറയുന്ന വെറിയർ എൽവിൻ മരിക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കിക്കേ. ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ഈ പറയുന്ന വെറിയർ എൽവിൻ. അപ്പോൾ ആരാണ് വെറിയർ എൽവിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഇദ്ദേഹം ഒരു നരവംശാസ്ത്രജ്ഞനാണ്. ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ഈ പറയുന്ന വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ അദ്ദേഹം എന്തിനു വേണ്ടി പ്രവർത്തിച്ചു? ഗോത്ര വിഭാഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വെറിയർ എൽവിൻ എന്ന് പറയുന്നത്. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ആര്? ഈ പറയുന്ന വെറിയർ എൽവിൻ. അപ്പോൾ ആരാണ് വെറിയർ എൽവിൻ? ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ആര്? ഈ പറയുന്ന വെറിയർ എൽവിൻ. 1902 ജനിച്ച് 1964 അന്തരിക്കുന്നത്? വെറിയർ എൽവിൻ അന്തരിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു ആര്? ഈ പറയുന്ന വെറിയർ എൽവിൻ. അതേപോലെ ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇദ്ദേഹം പ്രവർത്തിച്ചു. അതേപോലെ തന്നെ ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ വ്യക്തി കൂടിയാണ് ആര്? വെറിയർ എൽവിൻ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. ഓക്കേടാ, അടുത്തത് ശ്രദ്ധിച്ചോ. സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിച്ചിരുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. ഓക്കെ, അതായത് സമൂഹത്തിൽ ജാതീയമായി മുന്നോട്ട് നിന്നിരുന്ന ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ എന്ത് ചെയ്തിരുന്നു? പല കാലങ്ങളായി നിലനിന്നിരുന്നു.
എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞ് നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ഗോത്രജനത. അപ്പോൾ ഗോത്രജനതയ്ക്ക് നമ്മൾ നേരത്തെ പഠിച്ചില്ലേടാ, ഗോത്രജനതയ്ക്ക് എന്താണ്? സ്വന്തമായി അവർക്ക് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, കലയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്കിടയിൽ തന്നെ ഒതുങ്ങിക്കൂടി അവർ ഈ കാര്യങ്ങൾക്കെല്ലാം പ്രത്യേക മൂല്യം കൽപ്പിച്ച് അതെല്ലാം കൂടി എന്താണ്, അതെല്ലാം മുറുക്കെ പിടിക്കുന്ന ഒരു നല്ലൊരു വിഭാഗമാണ് ഈ പറയുന്ന ഗോത്രജനത. ഓക്കെ, തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കുറേ ഗോത്ര വിഭാഗക്കാരുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇവരെല്ലാം എന്താണ്, ഓരോ ഗോത്ര വിഭാഗങ്ങൾക്കും ഓരോ സംസ്കാരമായിരിക്കും. അവിടുത്തെ കലകളും അനുഷ്ഠാനങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും എന്തുണ്ട്, തനതായ സംഗീത പാരമ്പര്യമുള്ള ഗോത്ര വിഭാഗക്കാരുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. നോക്കിക്കോ, അടുത്ത് പറയുന്നത് ഡോക്ടർ എ അയ്യപ്പനെ കുറിച്ചാണേ. നോക്കിക്കോ, 1905 ജനിച്ച് 1988 അന്തരിച്ച വ്യക്തിയാണ് ഈ പറയുന്ന ഡോക്ടർ എ അയ്യപ്പൻ. ഇദ്ദേഹം എന്ത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ. എവിടെയാണ്ട? തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പന്റെ ജനനം. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 ഡോക്ടർ എ അയ്യപ്പൻ ജനിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു നരവംശ ശാസ്ത്രജ്ഞനെ കുറിച്ച് പഠിച്ചു. അടുത്ത ആളാണ് ആര്? ഡോക്ടർ എ അയ്യപ്പൻ. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ എ അയ്യപ്പൻ എന്ന് പറയുന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റൈമണ്ട് ഫോർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. അപ്പോൾ ഇദ്ദേഹവും ആരാണടാ? ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഡോക്ടർ എ അയ്യപ്പൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്. ഇദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ്. ഓക്കെ അല്ലേടാ? അടുത്തത് നോക്കിയാലോ. അടുത്ത് പറയുന്നത് നഞ്ചിയമ്മയെ കുറിച്ചാണ്. നഞ്ചിയമ്മയെ കുറിച്ച് കേട്ടിട്ടുള്ളവരായിരിക്കും നിങ്ങളെല്ലാം. അയ്യപ്പനും കോശിയും എന്ന് പറയുന്ന സിനിമയിലെ ആ പാട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേടാ? അവരെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കോ, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ 2020 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ആര് നേടി? നഞ്ചിയമ്മ നേടി. നഞ്ചിയമ്മ എവിടെയുള്ള ആളാണ്? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ആര്? ഈ പറയുന്ന നഞ്ചിയമ്മ. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. അപ്പോൾ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ദേശീയ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? നഞ്ചിയമ്മ. ആ പാട്ട് ഇവിടെ പറയുന്നുണ്ട്, നോക്കിക്കേ. കളക്കാത്ത സന്തനമേറെ വെകുപോക പൂത്തിരക്കോ. ഈ പാട്ട് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ആ പാട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് പാടിയതിനാണ് നഞ്ചിയമ്മയ്ക്ക് എന്ത് കിട്ടുന്നത്? ദേശീയ പുരസ്കാരം കിട്ടുന്നത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടുന്നത് 2020 പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ആര്? നഞ്ചിയമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നഞ്ചിയമ്മയെ കുറിച്ചും നമ്മൾ പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കോ, ഇതൊരു അനുഭവക്കുറിപ്പാണ്. നിലമ്പൂർ ആയിഷ എഴുതിയിട്ടുള്ള ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഒരു അനുഭവക്കുറിപ്പാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം ആദ്യം. അക്കാലത്ത് നാടകരംഗത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. പണ്ട് കാലത്തെ കാര്യമാണ് പറയുന്നത്. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത്. നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി. മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വച്ച് തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമവും നടന്നു. ഒരു പക്ഷേ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല.
നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞ് തല തിരിച്ചതിനാൽ അതെൻ്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് നിലമ്പൂർ ആയിഷ എഴുതിയ ഒരു അനുഭവക്കുറിപ്പാണ്. ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്ന് പറയുന്ന അവരുടെ പ്രശസ്തമായിട്ടുള്ളൊരു കൃതിയിൽ നിന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇവിടെ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം നേരിട്ടത് ആരാണ്? സ്ത്രീജനങ്ങളാണ്, സ്ത്രീയാണ്. അന്നത്തെ കാലത്ത് സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല? നാടകങ്ങളിലോ സിനിമയിലോ അഭിനയിക്കാൻ പാടില്ല എന്നുള്ള തെറ്റായ ധാരണ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് ചെയ്തു? നിലമ്പൂർ ആയിഷ ഈ പറയുന്ന, അവർക്ക് നേരെ വധശ്രമം വരെ ഉണ്ടായി എന്ന് നമ്മളിപ്പോൾ വായിച്ചതാണ്. അപ്പോൾ ഇതിനെ ഒന്നും വകവയ്ക്കാതെ അവരെന്ത് ചെയ്തു? അവർ നാടകത്തിൽ അഭിനയിച്ചു. അവർക്ക് അതിനോടുള്ള ഒരു പാഷനാണ് അതെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അക്കാലത്ത് അരികുവൽക്കരണം നേരിട്ടിരുന്നവരിൽ ആരും ഉണ്ടായിരുന്നു? ഈ പറയുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക, ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. അത് എഴുതിയത് ആരാണ്ട? നിലമ്പൂർ ആയിഷയാണ്. ക്ലിയർ അല്ലേ? അടുത്ത് പഠിക്കാനുള്ളത് നോക്കിക്കേ. സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ഈ പറയുന്ന സ്ത്രീകൾ. അവർക്ക് എന്താണ്? അവർക്ക് തുല്യ പരിഗണന ലഭിക്കേണ്ട അടുത്തൊന്നും എന്ത് കിട്ടിയിട്ടില്ല? തുല്യ പരിഗണന ലഭിച്ചിട്ടില്ല. അവർക്ക് എവിടെയൊക്കെ? വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, തൊഴിലിടങ്ങളിലായിക്കോട്ടെ, കലാമേഖലകളിലായിക്കോട്ടെ, എന്തിന് നമ്മുടെ സ്വന്തം വീടുകളിൽ പോലും അവരെന്താണ്? അവരെ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്നൊരു തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെതിരെയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയ കുറച്ച് നവോത്ഥാന നായികമാരുണ്ട്. ഓക്കെ, നമുക്ക് അവരെയാണ് ഇനി പഠിക്കേണ്ടത്. അതായത് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നവോത്ഥാന നായികമാർ ആരൊക്കെയാണ് എന്നാണ്. നോക്കിക്കോ. പണ്ഡിത രമാഭായി 1858 ഇവർ ജനിക്കുന്നത്. 1922 ഇവർ അന്തരിക്കുന്നത്. നോക്കിക്കോ. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. ഇപ്പോൾ ഇവരെന്താ ചെയ്തേ? 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? പണ്ഡിത രമാഭായി. അടുത്ത് പറയുന്നു, വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വിധവകളുടെ വിദ്യാഭ്യാസവും അവരുടെ ക്ഷേമവും. ഇതായിരുന്നു പണ്ഡിത രമാഭായിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അപ്പോൾ സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായികയാണ് ആര്? പണ്ഡിത രമാഭായി. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? പ്രവർത്തിച്ചു. 1858 ജനിക്കുന്നു. 1922 പണ്ഡിത രമാഭായി അന്തരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കേ. ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഓക്കെ, ആരാണ് പുന്നൻ ലൂക്കോസ്? മേരി പുന്നൻ ലൂക്കോസ് ആരാണെന്ന് നോക്കാം. മേരി പുന്നൻ ലൂക്കോസ് ആണ് കേട്ടോ. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. നോക്കിക്കോ. 1886 ജനിച്ചു. 1977 അന്തരിക്കുന്നു. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. അപ്പോൾ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എന്ത് കൊടുത്തിരുന്നില്ല? MBBSന് പ്രവേശനം കൊടുത്തിരുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അവരെവിടെ പോയി? അവർ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി അവരെന്ത് ചെയ്തു? സ്വന്തമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. പഠിച്ചു വെച്ചോ, കേരളത്തിൽ നിന്ന് എന്താണ്? വൈദ്യശാസ്ത്രത്തിന് ബിരുദം നേടിയ ആദ്യ വനിത. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിന് ബിരുദം നേടിയ ആദ്യ വനിതയാണ് ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് അല്ലെങ്കിൽ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആരെന്ന് പറയുന്നത്? മേരി പുന്നൻ ലൂക്കോസ്. പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ മേരി പുന്നൻ ലൂക്കോസ്. പഠിച്ചു വെച്ചോ. നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBSന് പ്രവേശനം കൊടുത്തിരുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS ബിരുദം സ്വന്തമാക്കി.
അങ്ങനെ ആ ബിരുദമുള്ള, അതായത് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിത അല്ലെങ്കിൽ ഒന്നാമത്തെ വനിതയാണ് ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. അതേപോലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയായിരുന്നു ആര്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത് പഠിക്കാനുള്ളത് E.K. ജാനകി അമ്മാൾ. ഓക്കെ, ആരെ കുറിച്ചാണ്? E.K. ജാനകി അമ്മാളിനെ കുറിച്ചാണ്. നോക്കിക്കോ, 1897 ജനിച്ച് 1984 ഇവര് അന്തരിക്കുന്നത്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. അപ്പോൾ ആരാണ് E.K. ജാനകി അമ്മാള്? ഇവര് ഒരു പ്രധാനപ്പെട്ട സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. അപ്പോൾ ഇവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഇവർ സസ്യശാസ്ത്രജ്ഞയാണ്. ഇവർ എന്ത് ചെയ്തു? കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള ഒരു കരിമ്പിന്റെ ഒരു സങ്കര ഇനം വികസിപ്പിച്ചെടുത്തു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറലാണ് E.K. ജാനകി അമ്മാൾ. അപ്പോൾ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന E.K. ജാനകി അമ്മാൾ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പോൾ 1977 ഇവർക്ക് എന്ത് കൊടുത്തു? പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പോൾ ആരാണ് E.K. ജാനകി അമ്മാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അവർ സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചെടുത്തു. അതേപോലെ തന്നെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടറാണ് ഈ പറയുന്ന ജാനകി അമ്മാൾ. അതേപോലെ 1977 ഇവർക്ക് എന്ത് കിട്ടി? പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ E.K. ജാനകി അമ്മാളും മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമല്ലോ. നമുക്കിനി അടുത്ത സ്ലൈഡ് നോക്കാം. അടുത്ത് നോക്കിക്കേ, നമ്മുടെ സ്ത്രീകൾ മാത്രമല്ല നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഇത് നമുക്ക് അറിവുള്ള കാര്യമാണ്. ഇനി ആരാണ് ട്രാൻസ്ജെൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആരാണ് ട്രാൻസ്ജെൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ എന്തൊക്കെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീകളും ഉൾപ്പെടും. ഓക്കെ, ഇതെന്തിനാണ് ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ റൈറ്റ് ആക്ട് 2019 പഠിച്ചു വെച്ചോ. ഇവിടെ പറയുന്നുണ്ട് TPPR ആക്ട്. ഓക്കെ, എന്താണ് ഈ പറയുന്ന TPPR ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടാണ് TPPR ആക്ട്. അതായത് ട്രാൻസ്ജെൻഡർ, നോക്കിക്കോ, എന്താണ് TPPR ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ റൈറ്റ് ആക്ട് ആണ് TPPR ആക്ട്. പ്രൊട്ടക്ഷൻ റൈറ്റ് ആക്ട്, അതാണ് TPPR ആക്ട്. അപ്പോൾ 2019 ഈ TPPR ആക്ടിൽ സെക്ഷൻ 2 ക്ലോസ് കെയിലാണ് ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 ക്ലോസ് കെയിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആരാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന് പറഞ്ഞാൽ ജനനസമയത്ത് ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥം. ഇതിൽ സ്ത്രീകളും ഉണ്ട്, ട്രാൻസ് സ്ത്രീകളും ട്രാൻസ് പുരുഷന്മാരും ഉണ്ട്. ഇവരെ നിർവചിച്ചിരിക്കുന്നത് 2019 TPPR ആക്ടിൽ സെക്ഷൻ 2 ക്ലോസ് കെയിലാണ്. ഇനി പറയുന്നത് ന്യൂനപക്ഷം അല്ലെങ്കിൽ മൈനോറിറ്റി ആരാണ് എന്നാണ്. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഈ പറയുന്ന ന്യൂനപക്ഷം. അപ്പോൾ ന്യൂനപക്ഷം ആരാണ്ട? മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണെന്ത്? ന്യൂനപക്ഷം. അപ്പോൾ ട്രാൻസ്ജെൻഡറും ന്യൂനപക്ഷവും ക്ലിയർ ആയേ? അടുത്ത് നോക്കിക്കേ, അടുത്തൊരു അനുഭവക്കുറിപ്പാണ് അല്ലെങ്കിൽ ഒരു ന്യൂസ് കട്ടിംഗ് ആണ്. നോക്കിക്കോ, ഇച്ഛാശക്തിയുടെ വിജയം തിരുവനന്തപുരം. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇരുട്ട് പടർന്ന ജീവിതത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട് ക്ലാസ് മുറിയിൽ വെളിച്ചം പരത്തുകയാണ് ഹുസ്നയും ഫെബിനും. ചക്രകസേര ഒരു പരിമിതിയല്ലെന്ന് തെളിയിച്ച് ഷേക്സ്പിയറിന്റെയും ഷെല്ലിയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരായ ശാരദാദേവി. ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ 3 അധ്യാപികമാരും ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരിക്കുന്നു. അപൂർവ രോഗം ബാധിച്ച് ചക്രകസേരയുടെ സഹായമില്ലാതെ ചലിക്കാനാകാത്ത ശാരദാദേവി പഠനത്തിലെന്നും മുൻനിരയിലായിരുന്നു.
ഫെബിൻ മറിയം ജോസിന് 17-ാം വയസ്സിലാണ് കാഴ്ച നഷ്ടമായത്. കാഴ്ചയില്ലാതെ ജീവിത നേട്ടം കൈവരിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ കെല്ലറാണ് ഫെബിന്റെ ഹീറോ. നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ ഹുസ്നയ്ക്ക് 11 വയസ്സ് വരെ കാഴ്ചയുണ്ടായിരുന്നു. കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് പഠനത്തിൽ മിടുക്കികളായ മൂവരും പരിമിതികൾ മറികടന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി സർവീസിൽ പ്രവേശിച്ചത്. എടാ, ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ അംഗവൈകല്യമുള്ള ആൾക്കാരെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ അവർ തങ്ങൾക്ക് ഇങ്ങനെ ഒരു വൈകല്യമുണ്ട് എന്ന പേരിൽ അവർ സ്വയമേ മാറി നിൽക്കാണ്ട് അവരും ബാക്കിയുള്ളവരെ പോലെയാണ്, ഞങ്ങൾക്ക് വേറെ വൈകല്യങ്ങളൊന്നുമില്ല എന്ന് ഉറക്കെ വിശ്വസിച്ച് അവർ അവരുടെ ജീവിതത്തിൽ വിജയം നേടിയ ആൾക്കാരുടെ അനുഭവമാണ് നമ്മളിവിടെ വായിച്ചത്. നോക്കിക്കോ, ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ 3 വ്യക്തികളെ സംബന്ധിച്ച വാർത്തയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ. അപ്പോൾ ആരാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് എന്നാണ് ഇവിടെ പറയുന്നത്. ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭിന്നശേഷിയുള്ളവർ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ്. അപ്പോൾ പലതരത്തിലുള്ള ഭിന്നശേഷിയുള്ള ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി. അവർ ഓരോരുത്തരും നേരിടുന്ന പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം വ്യത്യസ്ത രീതിയിലാണ്. നോക്കിക്കോ, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഈ പറയുന്ന ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 എന്താണ് പറയുന്നത്? ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുവാൻ നിലവിൽ വന്ന നിയമമാണ് ഈ പറയുന്ന ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. അടുത്ത് പറയുന്നു പാരാലിമ്പിക്സ്. ഓക്കെ, ഒളിമ്പിക്സ് കേട്ടിട്ടുണ്ട് നിങ്ങൾ. അതുപോലത്തെ ഒന്നാണ് ഈ പറയുന്ന പാരാലിമ്പിക്സ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. അപ്പോൾ എന്താണ് പാരാലിമ്പിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭിന്നശേഷിയുള്ള അത്ലറ്റുകളൊക്കെ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. ഇവിടെ പറയുന്നുണ്ട് ഇന്നാണ് പാരാലിമ്പിക്സ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1948. അപ്പോൾ 2016 എന്ത് നിലവിൽ വരുന്നത്? ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം വരുന്നത്. അതേപോലെ ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് വരുന്നത് എന്നാണ് 1948. ഓക്കെ അല്ലേടാ? അപ്പോൾ എന്താണ് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ എന്താണ് അരികുവൽക്കരണം എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം എന്നാൽ എന്താണ് അരികുവൽക്കരണം എന്നാണ്? തുല്യ പരിഗണന ലഭിക്കുന്നതിന് കാരണമാകുന്ന പ്രക്രിയ. ആണാടാ, തുല്യ പരിഗണന ലഭിക്കുന്നതിന് കാരണമാകുന്ന പ്രക്രിയയാണോ മാർജിനലൈസേഷൻ? അല്ല. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് എന്ത്? മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടിയില്ലേടാ? എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത് പറയുന്നു, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചവരിൽ പ്രധാനിയായ വ്യക്തി ആരാണ്? പണ്ഡിത രമാഭായി ഉണ്ട്, സാവിത്രിഭായി ഫൂലെ ഉണ്ട്, E.K. ജാനകി അമ്മാളുണ്ട്, മേരി പുന്നൻ ലൂക്കോസ് ഉണ്ട്. ആൻസർ ഏതാണ്ടാ? അത് സാവിത്രിഭായി ഫൂലെയാണ് അല്ലേ? ആരാണ്ടാ? സാവിത്രിഭായി ഫൂലെയാണ്. അടുത്ത് നോക്കിക്കോ. അടുത്ത്, ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിൽ അധിഷ്ഠിതവുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമം ഏതാണ്? നോക്കിക്കോടാ. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമമുണ്ട്, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 ഉണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്, ബാലാവകാശ നിയമമുണ്ട്. ഇതിന്റെ ആൻസർ ഏതാണ്ടാ? നമുക്ക് വായിക്കുമ്പോഴേ അറിയാം ഏതാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമം അല്ലേടാ ചോദിച്ചേക്കുന്നേ. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
അടുത്ത് പറയുന്നു, ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1948 ആണോ, 1977 ആണോ, 2016 ആണോ, 2020 ആണോ? ഏതാണ്ടാ പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത്? 1948 അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ട്രാൻസ്ജെൻഡർ വ്യക്തിയെ നിർവചിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 ആണോ, അതേപോലെ TPPR ആക്ട് 2019 ആണോ, ഇന്ത്യൻ ഭരണഘടനയാണോ, അതേപോലെ ഇന്ത്യൻ പീനൽ കോഡാണോ? എടാ ഇതിന്റെ ആൻസർ ഏതാണ്ടാ? TPPR ആക്ട്, ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് ആണ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ റൈറ്റ് ആക്ട് 2019 ട്രാൻസ്ജെൻഡർ വ്യക്തിയെ എന്ത് ചെയ്യുന്നത്? നിർവചിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് പറയുന്നു, മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ബഹുപക്ഷമാണോ, ഭിന്നശേഷിക്കാരെന്നാണോ, ന്യൂനപക്ഷം എന്നാണോ, ട്രാൻസ്ജെൻഡർ എന്നാണോ? ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള പദമല്ലേടാ. അവരെ നമ്മൾ ബഹുപക്ഷം എന്ന് പറയാറുണ്ടോ? ഇല്ല. അവരെ നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് പറയാറുണ്ടോ? ഇല്ല. അവരെ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്നാണോ പറയുന്നത്? അല്ല. അപ്പൊ ആൻസർ ഏതാണ്ടാ? ന്യൂനപക്ഷം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കിക്കോ, വിധവകളുടെ വിദ്യാഭ്യാസത്തിനും സംരക്ഷണത്തിനുമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണോടാ? അല്ല. അവരെന്താണ്? അവർ കേരളത്തിൽ നിന്ന് ആദ്യമായി MBBS ബിരുദം നേടിയ വ്യക്തിയാണ് ആര്? മേരി പുന്നൻ ലൂക്കോസ്. അടുത്ത് പറയുന്നു, പണ്ഡിത രമാഭായി ആണോ? പണ്ഡിത രമാഭായി ആണ്. EK ജാനകി അമ്മൾ ആരാണ്ടാ? ഇവര് പ്രധാനപ്പെട്ട ഒരു സസ്യശാസ്ത്രജ്ഞയാണ്. അതുപോലെ നഞ്ചിയമ്മ ആരാണ്? ഗോത്ര വിഭാഗത്തിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020 നേടിയ വ്യക്തിയാണ് ആര്? നഞ്ചിയമ്മ. അപ്പോൾ ഓപ്ഷൻ ആൻസർ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിലെ പ്രമുഖ ജാതി വിരുദ്ധ സമര നേതാക്കളിൽ ഒരാളും സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ആരാണ്ടാ? നമ്മൾ നേരത്തെ പറഞ്ഞു, പെരിയാർ EV രാമസ്വാമി നായരാണ് ആൻസർ. ഓക്കെ അല്ലേടാ? അടുത്ത, ഇന്ത്യൻ ബൊട്ടാണിക്കൽ സർവേയുടെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലും പത്മശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തിയും ആരാണ്? നഞ്ചിയമ്മയാണോ? അല്ല. സാവിത്രിഭായി ഫുലെ ആണോ? അല്ല. ആരാണ്ടാ അത്? EK ജാനകി അമ്മാളാണ് ആൻസർ ആയിട്ട് വരുന്നത്. എടാ, അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? അരികുവൽക്കരണം, പാർശ്വവൽക്കരണം, അതായത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, വേർതിരിവുകൾ, സ്ത്രീകളുടെ വേർതിരിവുകൾ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് നേരിടുന്ന വേർതിരിവുകൾ, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരെ നേരിടുന്ന വേർതിരിവുകൾ, ഇതെല്ലാമാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്